So students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസിന്റെ രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ശരിക്കും ട്രാൻസിഡന്റൽ ഫംഗ്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും ഫംഗ്ഷൻസിന്റെ ഒരു വേറൊരു തരത്തിൽ കാണുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. പേരിൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ട്രാൻസിഡന്റൽ ആയിട്ട് കൂട്ടി പഠിക്കാൻ പറ്റില്ല എങ്കിലും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് നമ്മൾ വേറൊരു സെക്ഷനായിട്ട് തന്നെ പഠിക്കാൻ കാരണം അതിന് കുറച്ച് അധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ വേറെ സെക്ഷനായിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ്. ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കാൽക്കുലസ് 1 പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫംഗ്ഷൻ ആകുമ്പോൾ അതിന്റെ ഇൻവേഴ്സ്, ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ്, എന്താണ് ഇൻവേഴ്സ്, ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള 2-3 ക്ലാസ്സുകളിലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു സെറ്റിലെ എലമെന്റിനെ മറ്റൊരു സെറ്റിലെ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു റൂളിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിനെ വേറൊരു സിംഗിൾ എലമെന്റിലേക്ക് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. ഒരു എലമെന്റിനെ 2 ഡിഫറെന്റ് എലമെന്റുകളിലേക്ക് ഒരിക്കലും കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഫംഗ്ഷൻ ആവുകയില്ല. അപ്പോൾ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി എലമെന്റ് ഈസ് മാപ്ഡ് ടു അനദർ എലമെന്റ് ഓഫ് സം അതർ സെറ്റ് ഓർ ദ സെയിം സെറ്റ്. ഒരു എലമെന്റിന് 2 ഇമേജുകൾ ഉണ്ടായാൽ അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ അതൊക്കെ കാൽക്കുലസ് 1 അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ +1 +2 ടൈപ്പ് സമയങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫംഗ്ഷൻ എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതെ ഇപ്പൊ ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉണ്ടാവുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്ങനെ, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യം, പിന്നെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മളൊരു എക്സാമ്പിൾ ആണ് ആദ്യം പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 5x - 7 അല്ലെങ്കിൽ y ഈക്വൽ ടു f(x) ഈക്വൽ ടു 5x - 7. അപ്പോൾ y ഈക്വൽ ടു 5x - 7 എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അതിനെ ഒരു ഡയഗ്രത്തിന്റെ രൂപത്തിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. y equal to 5x - 7. It can be represented as in the below figure. ഈ ഫിഗർ ആണ് അതിന്റെ ഒരു, ഞാൻ ചെറിയൊരു ഡൊമൈനും ചെറിയൊരു റേഞ്ച് മാത്രമാണ് എടുക്കുന്നത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രോഡ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇത് ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള തരത്തിലാണ് പറഞ്ഞു പോകുന്നത്. സോ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന 5x - 7 എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ മാപ്പിംഗ് നോക്കുക. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 5 - 7 ദാറ്റ് ഈസ് -2. അപ്പോൾ 1 ഈസ് മാപ്ഡ് ടു -2. f of 1 എന്ന് പറയുന്നത് ഇവിടെ f of 1 ഈക്വൽ ടു -2. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 5 into 1 - 7 അതായത് 5 - 7 ദാറ്റ് ഈസ് -2. അപ്പോൾ 1 ഈസ് മാപ്ഡ് ടു -2. 2 അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 - 3 ആണ് വരിക. f of 2 ഈക്വൽ ടു 3 അതായത് 10 - 7 ദാറ്റ് ഈസ് 3. f of 2 ഈക്വൽ ടു 3. f of 2 ഈക്വൽ ടു 3. അതേപോലെ f of 3 ഈക്വൽ ടു 15 - 7 that is f of 3 equal to 8 and f of 4 equal to നോക്കിയാൽ f of 4 equal to 20 - 7 that is 13. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫംഗ്ഷന്റെ എന്ത് വരുന്നത്, എലമെന്റുകളും അതിന്റെ ഇമേജുകളും വരുന്നത്. അപ്പോൾ ദിസ് ഈസ് അവർ ഫംഗ്ഷൻ. 1നെ എവിടേക്ക് കൊണ്ടുപോകുന്നു, -2ലേക്ക്, 2നെ 3ലേക്ക്, 3നെ 8ലേക്ക്, അതേപോലെ 4നെ 13ലേക്കാണ് കൊണ്ടുപോകുന്നത്. Now we are going to define the other way. F inverse എന്തായിരിക്കും? F inverse എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താ ചെയ്യുന്നത്, 1നെ -2ലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ F inverse എന്ന് പറയുന്നത് ഇൻവേഴ്സ് ചെയ്യാണ്. ഇൻവേഴ്സ് എന്ത് ചെയ്യണം, -2 എന്ന് പറയുന്ന എലമെന്റിനെ എവിടേക്ക് കൊണ്ടുപോകണം, 1ലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. F inverse should be like this. -2 should be mapped to 1. 3 should be mapped to, കാരണം 2നെ 3ലേക്കാണ്. അപ്പൊ F inverse എന്ത് ചെയ്യണം, 3നെ തിരിച്ച് 2ലേക്ക്, 3നെ 8ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. F 3നെ 8ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ F inverse എന്ത് ചെയ്യണം, 8നെ 3ലേക്ക് മാപ്പ് ചെയ്യണം. 8നെ 3ലേക്ക് മാപ്പ് ചെയ്യണം. 1നെ 2ലേക്ക് ആയതുകൊണ്ട്, 1നെ -2ലേക്ക് ആയതുകൊണ്ട് -2നെ തിരിച്ച് 1ലേക്ക്, 2നെ 3ലേക്ക് ആയതുകൊണ്ട് 3നെ 2ലേക്ക്, ഇങ്ങനെ മാപ്പ് ചെയ്യുന്ന. അതേപോലെ 4നെ 13ലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ 13നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, തിരിച്ച് 4ലേക്ക് എത്തിക്കണം. അങ്ങനത്തെ ഒരു റൂൾ ഉണ്ടെങ്കിൽ
ആ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഴ്സ് ഓഫ് എഫ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ്. ചിലപ്പോൾ നമ്മൾ ജി ആയിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, ഓർ ജി എഫ് ഇൻവേഴ്സ്, ഓർ സിംപ്ലി another function. We consider that as another function. F inverse ഉള്ളതിന് പകരം fg, where g acts as inverse of f അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം f inverse എന്നുള്ളതാണ്. f ചെയ്യുന്നത് എന്താണ്, ഒരു എലിമെന്റിനെ a എന്നുള്ള എലിമെന്റിനെ b യിലേക്ക് കൊണ്ടുപോകുന്നു. f inverse എന്താ ചെയ്യുന്നത്, b എന്നുള്ള എലിമെന്റിനെ തിരിച്ച് a യിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് f inverse, f inverse pair അങ്ങനെയുള്ള ഫംഗ്ഷനുകളെയാണ് ഇൻവേഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷൻ ഇത് ബ്രോഡ് ആയിട്ടുള്ള ഒരു വേഗ് ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു റോ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. റോ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഒരു എലിമെന്റിനെ മറ്റേ എലിമെന്റിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ മറ്റേ എലിമെന്റിനെ തിരിച്ച് അതേ എലിമെന്റിലേക്ക്, 1നെ -2ലേക്ക്, -2നെ തിരിച്ച് 1ലേക്ക് കൊണ്ടുപോകുന്ന ഫംഗ്ഷനെയാണ് അതിന്റെ ആ ഒറിജിനൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ തന്നെ എഫ് ഇൻവേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ നോക്കാം. നമുക്കറിയാം y = 5x - 7. അപ്പോൾ y = 5x - 7. അപ്പോൾ എക്സിന്റെ ഇമേജ് ആണ് y. എക്സിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, y യിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മുടെ f. x is taken to y through f. അപ്പോൾ f ഇൻവേഴ്സ് എന്ത് ചെയ്യണം, y നെ തിരിച്ച് x ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് x എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് വേണ്ടത്. അപ്പോൾ y = 5x - 7, അതായത് 5x = y + 7. വെറുതെ ഈ 7 പുറത്തോട്ട് എടുത്തു. 5x = y + 7. or x = 1/5 into y + 7. x = 1/5 into y + 7. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. y എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ എലിമെന്റുകളാണ്. This is our y and this is our x. This is y and this is x. അപ്പോൾ y എന്ന് പറയുന്നത് ഓരോ ഇതിലത്തെ എലിമെന്റുകളാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തിന് x = 1/5 into y + 7. വേരിയബിൾ x ആണെങ്കിലും y ആണെങ്കിലും ഒരുപോലെയാണ്. ഞാൻ y ക്ക് പകരം x എന്ന് കൊടുക്കണം. I am taking g of x as 1/5 into x + 7. ഈ x y ക്ക് പകരം x ആക്കി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. y എന്ന് പറയുന്ന വേരിയബിളിന് പകരം x എന്നുള്ള വേരിയബിൾ ആക്കി. അപ്പോൾ നമുക്ക് y കിട്ടിയ x, ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടിയത്, ഈ തരത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എക്സിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ x ഉപയോഗിച്ച് y കണ്ടുപിടിച്ചു, y ഉപയോഗിച്ച് x ലേക്ക് എത്തണം. അപ്പോൾ x = എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഈ രീതിയിൽ എത്തി. y = 5x - 7 ആണ്. അപ്പൊ എക്സിനെ y ലേക്ക് കൊണ്ടുപോകുമ്പോൾ y നെ x ലേക്ക് കൊണ്ടുവരുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ x = 1/5 y + 7 എന്നുള്ള ഫംഗ്ഷനിലേക്ക് എത്തിയത്. വൺസ് ഈ ഫംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേരിയബിൾ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ y ക്ക് പകരം x തന്നെ കൊടുക്കുകയാണ്. സോ ഐ ആം ടേക്കിംഗ് x, g of x = 1/5 into x + 7. g of x = 1/5 into x + 7 എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് എക്സിന് -2 എന്ന് കൊടുത്തു നോക്കൂ. എക്സിന് -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ when x = -2, when x = -2 we get g of x = എന്താ വരുന്നത്, 1 ആണ് കിട്ടുന്നത്. എക്സിന് -2 എന്ന് കൊടുത്ത് ഇതിൽ എക്സിന് ഈ ഫംഗ്ഷനിൽ എക്സിന് -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1/5 into -2 + 7. 1/5 into -2 + 7 is 1/5 into 5, that is 1. അപ്പോൾ -2 1ലേക്ക് വരുന്നു. എക്സിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/5 into 3 + 7, that is 1/5 into 10, that is 2. അപ്പോൾ 3നെ 2ലേക്ക് കൊണ്ടുപോകുന്നു. അതേപോലെ 8നെ 3ലേക്ക് കൊണ്ടുപോകുന്നു, 13നെ 4ലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, നോക്കൂ. അപ്പോൾ f എന്താ ചെയ്യുന്നത്, 1നെ -2ലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള g എന്താ ചെയ്യുന്നത്, -2നെ തിരിച്ച് 1ലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത്, അതേപോലെ 2നെ 3ലേക്കും f കൊണ്ടുപോകുമ്പോൾ g എന്ന് പറയുന്നത് 3നെ 2ലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ g എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, g is nothing but f inverse. f ന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് നമ്മുടെ g എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഫോർമൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കുക. g എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. g എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ g of x എന്ന് പറയുന്നത്. Now g of f of 1 എന്താണ്, g of f of 1 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം. g of നമ്മൾ മുന്നത്തെ കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ g of ഫംഗ്ഷൻ ഒക്കെ എടുക്കുക എന്നുള്ളത്. g of f of 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 1നെ g of f of 1 എന്ന് പറയുന്നത് -2, അതിൽ g അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് 1ലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ g of f of 1 = 1, g of f of 2 = 2. അപ്പോൾ 2നെ g of f എന്താ ചെയ്യുന്നത്, തിരിച്ച് 2ലേക്ക് തന്നെ എത്തിക്കുകയാണ്. g of f of 3, g of f of 3, g of f എന്ന് പറയുന്ന ഫംഗ്ഷൻ 3നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, തിരിച്ച് 3ലേക്ക് തന്നെ എത്തിക്കുകയാണ്. 3നെ 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യാണ്. അതേപോലെ g of f of 4, g of f
ഓഫ് 4. ജി ഓഫ് എഫ് എന്ന് പറയുന്നത് 4നെ 4ലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ജി ഓഫ് എഫ് ഓഫ് 4 ഇസ് സിംപ്ലി 4 itself. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ജി ഓഫ് എഫിലെ ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആണ്. കൂടാതെ ഒന്നും കൂടെ നോക്കുക, എഫ് ഓഫ് ജി ഓഫ് മൈനസ് 2, എഫ് ഓഫ് ജി ഓഫ് മൈനസ് 2, എഫ് ഓഫ് ജി ഓഫ് മൈനസ് 2, ജി ഓഫ് മൈനസ് 2 എന്ന് പറയുന്നത് ജി ഓഫ് മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചു ജി ഓഫ് മൈനസ് 2 when x equal to minus 2, g of x, അതായത് g of minus 2 equal to 1. അപ്പോൾ f of g of minus 2 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2 തന്നെയാണ്. f of g of minus 2 1 ആണ്. അതിൽ f അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് മൈനസ് 2ലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ f of g of minus 2 is minus 2, f of g of 3 is 3 itself. ഇതിൽ f of g അപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുന്നു. ഇതിൽ f of g അപ്ലൈ ചെയ്യുമ്പോൾ 8 തന്നെ കിട്ടുന്നു. ഇതിൽ f of g അപ്ലൈ ചെയ്യുമ്പോൾ 13 തന്നെ കിട്ടുന്നു. ഓർക്കുക, ഇതില് g of f അപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുന്നു. 1ലെ g of f അപ്ലൈ ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടുന്നു. 2ലെ g of f കൊടുക്കുമ്പോൾ 2 തന്നെ കിട്ടുന്നു. അതേപോലെ -2ലെ f of g കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? -2 തന്നെയാണ് കിട്ടുന്നത്. 3ലെ f of g കൊടുക്കുമ്പോൾ g എന്ന് പറഞ്ഞാൽ g കൊടുക്കുമ്പോൾ ഇവിടെ എത്തി, f കൊടുക്കുമ്പോൾ തിരിച്ചു ഇവിടെ തന്നെ എത്തും. f of g കൊടുക്കുമ്പോൾ 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം g and f are inverse pair functions. They are inverse pairs. g is the inverse of f, അല്ലെങ്കിൽ f can be considered as the inverse of g. രണ്ടും പറയാം, നമുക്ക് ഇവിടെ സൗകര്യം g is the inverse of f എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെഫിനിഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു എക്സാമ്പിൾ എടുത്തത്. ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എനെ ബിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബിനെ തിരിച്ച് എയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഫംഗ്ഷനെയാണ് എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും കൂടെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ g of f of x equal to x for all x element of a, g of f of x equal to x for all x element of a, and f of g of x equal to x for all x element of b. അപ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. g of f of x equal to x for all x element of a, f of g of x equal to x for all x element. അതായത് ഇതിലത്തെ എലിമെന്റുകളെ f of g ഇതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു, ഇതിലത്തെ എലിമെന്റുകളെ g of f ഇതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ജികളെയാണ്, അങ്ങനെ ഒരു ജി ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത്. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വീണ്ടും കണ്ടതിന് ശേഷം ഡെഫിനിഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പ്രോപ്പർ ഡെഫിനിഷൻ പറയാണ്. ഡെഫിനിഷൻ: എ ഫംഗ്ഷൻ g is the inverse of f from x to y if g of f of x equal to x for all x in the domain of f. ഇവിടുത്തെ പോലെ 1നെ തിരിച്ചെവിടേക്കാണ് g of f കൊണ്ടുപോകുന്നത്? 1ലേക്ക് തന്നെയാണ്. 2നെ g of f എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? 2ലേക്ക് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് g of f of x equal to x for all x in the domain of f. ഇതാണ് ഡൊമെയിൻ ഓഫ് f എന്ന് പറയുന്നത്. 1നെ g of f 1ലേക്ക് തന്നെ കൊണ്ടുവരുന്നു, 2നെ g of f 2ലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള gനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് f എന്ന് പറയുന്നത്. ഓർ f of g of x equal to x for all x in the domain of g. അല്ലെങ്കിൽ ഡൊമെയിൻ ഓഫ് g എന്ന് പറയാൻ പറ്റില്ല, റേഞ്ച് ഓഫ് f ആണ് ശരിക്കും പറഞ്ഞാൽ. റേഞ്ച് ഓഫ് f എന്ന് പറയാം. ഡൊമെയിൻ ഓഫ് g എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ we can take it as in the range of f. അതായിരിക്കും കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് കുറച്ചുകൂടെ സേഫ് അതാണ്. അപ്പോൾ f of g of x equal to x for all x in the range of f. f of g of x, ഇവിടെ f of g of minus 2 is minus 2 itself. f of g ചെയ്ത് നോക്കിയാലേ f of g of minus 2 equal to minus 2 itself. ചെയ്ത് നോക്കുക. f of g of 3 is 3 itself. അപ്പോൾ f of g of x equal to x, f of g of minus 2 equal to minus 2 for all, അല്ലെങ്കിൽ f of g of x equal to x for all x element of range of f. ഇവിടുത്തെ എല്ലാ എലിമെന്റുകളെയും f of g എന്താ ചെയ്യുന്നത്? f of g ചെയ്യുന്നത് ഇതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എഫ് ജി പെയറുകൾ, അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് പെയർ. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ജിനെ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയും. നല്ലോണം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ എക്സാമ്പിൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാം. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എനെ ബിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ബിനെ തിരിച്ച് എയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഏതെങ്കിലും ഒരു എലിമെന്റിനെ മാത്രം കൊണ്ടായാൽ പോലെ അതിന്റെ റേഞ്ചിലുള്ള എല്ലാ എലിമെന്റുകളെയും, ഇവിടുത്തുള്ള എല്ലാ എലിമെന്റുകളെയും പ്രത്യേകം മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക.
എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പറയുന്നത്. ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉള്ളതെന്നാണ് അടുത്ത തിയറത്തിൽ പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. Let f of x equal to 2x plus 3 be a real function. Find f inverse. വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. f of x equal to 2x plus 3 അതൊരു ഫംഗ്ഷൻ ആണ്, അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ y equal to 2x plus 3 y equal to x plus 3 നമുക്ക് ഓർക്കുക എക്സിന്റെ ഇമേജ് ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ y നെ തിരിച്ച് x ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എക്സിന്റെ ടേംസിൽ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ചെയ്ത പോലെ തന്നെയാണ്. 2x equal to y minus 3 2x equal to y minus 3 or x equal to y minus 3 by 2 x equal to y minus 3 by 2. So f inverse of x, y ക്ക് പകരം ഞാൻ x എന്ന് കൊടുത്തിട്ട് പുതിയൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. So f inverse of x is x minus 3 by 2. ശരിക്കും y minus 3 ആണ്, y അപ്പുറത്തെ സെറ്റിലെ എലമെന്റ് ആയതുകൊണ്ട്. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഏത് വേരിയബിൾ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ f inverse x equal to x minus 3 by 2. അപ്പോൾ f എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഈ ഫംഗ്ഷൻ ആണ് അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരും. ഇങ്ങനെയാണ് വളരെ എളുപ്പമുള്ള ഫംഗ്ഷനുകൾക്കൊക്കെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ എളുപ്പമുള്ള ചില ഫംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പുറത്തെ ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അതായത് ഈ തിയറം പറയുന്നത് ഏതൊക്കെ ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉണ്ടാവുക. എല്ലാ ഫംഗ്ഷനുകൾക്കും ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ തിയറം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. Now come to the theorem. A function has an inverse if and only if a function f has an inverse if and only if f is a one-to-one function. അപ്പോൾ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ആണ്. f എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ 1-to-1 ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ 1-to-1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാകും. f has an inverse if and only if f is a one-to-one function. അപ്പോൾ ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്കാണ് ഇൻവേഴ്സ് ഉണ്ടാവുക? those functions which are precisely 1-to-1. f 1-to-1 ആണെങ്കിൽ f ഇൻവേഴ്സ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് f ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് 1-to-1 ആയിരിക്കും. അപ്പോൾ രണ്ട് 2-way implications ആണ്. ഈ 2-way നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f has an inverse if and only if f is a one-to-one function. അപ്പോൾ എഫിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എഫ് 1-to-1 ആണെന്ന് കാണിക്കണം. എഫ് 1-to-1 ആണെങ്കിൽ എഫിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണം, എന്ന് ക്ലെയിം ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. അസ്യൂം ദാറ്റ് എഫ് ഹാസ് ആൻ ഇൻവേഴ്സ് സേ ജി. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ജി എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. Assume that f has an inverse, say g, then g of f of x equal to x for all x in the domain of f. What is the definition of g of f of x? g of f of 1 equal to 1 itself. 1 നെ 1 ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. g ഇൻവേഴ്സ് ആണെങ്കിൽ g of f of 1 equal to 1 itself. 1 നെ തിരിച്ച് ഡൊമെയിൻ ഓഫ് f ആണ്, അതിലെ എലമെന്റുകളെ തിരിച്ച് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യണം. അപ്പോൾ then g of f of x equal to x for all x in the domain of f. f ന്റെ ഡൊമെയിനിലുള്ള എലമെന്റുകളെ g of f എന്ത് ചെയ്യും? തിരിച്ച് അതേ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. അങ്ങനെയുള്ള g ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ g of f of x is x itself for all x in the domain of f. അതാണ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷനും അതാണ് ഇൻവേഴ്സിന്റെ പ്രത്യേകതയും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എഫ് 1-to-1 ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് 1-to-1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് we have to prove that f of x1 equal to f of x2 implies x1 equal to x2. f 1-to-1 ആണെന്ന്, ഏതൊരു ഫംഗ്ഷനും 1-to-1 ആണെന്ന് കാണിക്കാൻ f of x1 equal to f of x2 implies x1 equal to x2 എന്നാണ് കാണിക്കേണ്ടത്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ തേർഡ് സെം സ്റ്റുഡൻസ് ആയതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് 1-to-1 ആണ്. ഒരു എലിമെന്റിനെ ഒന്നിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു, അതാണ് ഈ 1-to-1. ഒരു എലിമെന്റിനെ രണ്ട് എലിമെന്റിനെ ഒന്നിലേക്ക് കൊണ്ടുപോകല്ല, ഒരു എലിമെന്റിനെ ഒരു എലിമെന്റിലേക്ക്, അടുത്ത എലിമെന്റിനെ വേറൊരു എലിമെന്റിലേക്ക്, അങ്ങനെ കൊണ്ടുവന്ന ഫംഗ്ഷൻ ഈ 1-to-1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1-to-1 എന്ന് കാണിക്കാൻ നമ്മൾ കാണിക്കേണ്ടത് എഫ് ഓഫ് x1 equal to f of x2 അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് x1 equal to x2 ലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ ഓർക്കുക, g of f of x equal to x for all x in the domain of f. ഇതാ ഇവിടുത്തെ പോലെ g of f of 1 is 1 itself. g of f of 1 എന്ന് പറയുമ്പോൾ f of 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി, അതിൽ g അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ എത്തും. g of f of 1 equal to 1. അതേപോലെ g of f of x equal to x for all x element of domain f. f 1-to-1 ആണെന്ന് കാണിക്കണം. അതായത് f of x1 equal to f of x2 implies x1 equal to x2 എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കണം. നോക്കാം. ചൂസ് x1 x2 element of domain of f. f ന്റെ ഡൊമെയിനിലെ രണ്ട് എലിമെന്റുകൾ കാണാം, x1, x2 element of domain of f such that x1 not equal to x2. x1 not equal to x2 ആയിട്ടുള്ള രണ്ട് എലിമെന്റുകളാണ്
ഡൊമൈൻ ഓഫ് എഫിലെ രണ്ട് എലമെന്റുകളാണ് x1ഉം x2ഉം. അല്ല x1 നോട്ട് ഈക്വൽ ടു x2, x1ഉം x2ഉം ഡിഫറെന്റ് ആണ്. അപ്പൊ g എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. g എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് g of f of x1 not equal to g of f of x2, g of f of x1 not equal to g of f of x2 വരും. കാരണം g of f of x equal to x ആണ്. g of f of x equal to x. അപ്പൊ g of f of x1 equal to x1 ആണ്. g of f of x2 equal to x2 ആണ്. Okay, g of f of x equal to x. അപ്പൊ g of f of x1 equal to x1, g of f of x2 equal to x2. Now x1 not equal to x2 അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. x1 not equal to x2 ആയതുകൊണ്ട് g of f of x1 not equal to g of f of x2. Okay, അപ്പോൾ g of f of x equal to x ആണ്. g of f of x1 equal to x1 ആയിരിക്കും. g of f of x2 equal to x2 ആയിരിക്കും. x1 not equal to x2 ആണ് നമ്മുടെ അസംഷൻ. Choose x1 x2 such that x1 not equal to x2. അപ്പോൾ x1 not equal to x2 ആയതുകൊണ്ട് g of f of x1 not equal to g of f of x2. അപ്പോൾ g of f of x1 not equal to g of f of x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് f of x1 not equal to f of x2, g of f of x1 not equal to g of f of x2 as g is a function. f of x1 not equal to f of x2. നമുക്ക് ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് നോക്കാം. f of x1 equal to f of x2 ആണെങ്കിൽ g of f of x1 must be equal to g of f of x2. കാരണം g ഒരു ഫംഗ്ഷൻ ആണ്. ഒരു എലിമെന്റിന് രണ്ട് ഇമേജ് ഉണ്ടാവാൻ പാടില്ല. f of x1 equal to f of x2 ആണ്. അപ്പോൾ g of f of x1 ഉം g of f of x1 സെയിം ആയേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് g of f of x1 must be g of f of x2. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളതുകൊണ്ട് അപ്പം g of f of x2 not equal to അല്ല g of f of x1 not equal to g of f of x2 means f of x1 not equal to f of x2. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻവേഴ്സിന്റെ കേസിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ചില ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ I am choosing x1 as such x1 comma x2 such that x1 not equal to x2. Now x1 not equal to x2 implies g of f of x1 not equal to g of f of x2. അതായത് g of f of x1 എന്ന് പറഞ്ഞാൽ x1 ആണ്, g of f of x2 എന്ന് പറഞ്ഞാൽ x2 ആണ്. അപ്പോൾ x1 not equal to x2 ആയതുകൊണ്ട് g of f of x1 not equal to g of f of x2. This means f of x1 not equal to f of x2 since g is a function. Since g is a function, അപ്പോൾ f of x1 not equal to f of x2. അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് x1 not equal to x2 means f of x1 not equal to f of x2. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് x1 not equal to x2 implies f of x1 not equal to f of x2. അപ്പോൾ this means f of x1 equal to f of x2 implies x1 equal to x2. ഇവിടെ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആണ്. p implies q is the same as logic ആണ്. not q implies not p. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മഴ പെയ്താൽ കുട നിവർത്തും, കുട നിവർത്തിയില്ല മഴ പെയ്തില്ല എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. മഴ പെയ്താൽ കുട നിവർത്തും, കുട നിവർത്തിയിട്ടില്ല അതുകൊണ്ട് മഴ പെയ്തിട്ടില്ല. അതായത് x1 not equal to x2 implies f of x1 not equal to f of x2. അപ്പോൾ not f of x1 not equal to f of x2, അതായത് f of x1 equal to f of x2, മഴ പെയ്താൽ കുട നിവർത്തും, കുട നിവർത്തിയില്ല അതുകൊണ്ട് മഴ പെയ്തില്ല. നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കാം, മഴ പെയ്താൽ കുട നിവർത്തും, കുട നിവർത്തിയില്ല കാരണം ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്, ഇവിടെ ഈക്വൽ ടു ആണ്. അപ്പം മഴ പെയ്താൽ കുട നിവർത്തും, കുട നിവർത്തിയില്ല അതുകൊണ്ട് മഴ പെയ്തില്ല. p implies q is the same as not q implies not q. അപ്പം x1 not equal to x2 implies f of x1 not equal to f of x2. That is f of x1 equal to f of x2 implies x1 equal to x2. That means f is a one-to-one function. അപ്പോൾ ഇവിടെ ലോജിക്കിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപയോഗിച്ചത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. 2-3 വട്ടം വീഡിയോ കാണുക, സ്വയം ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. വല്ലാതെ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ we have proved that f of x1 equal to f of x2 implies x1 equal to x2. അതിന് ചില കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക, വായിച്ചു നോക്കുക. 3-4 വട്ടം അല്ലെങ്കിൽ 8-10 പ്രാവശ്യം വായിച്ചു നോക്കിയതിന് ശേഷം മനസ്സിലാക്കുക, വീഡിയോ കാണുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് പഠിക്കുക. So ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. f has an inverse, then f is 1-to-1. അതായത് f has an inverse, we have proved that f is 1-to-1. അതായത് f of x1 equal to f of x2 implies x1 equal to x2 എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഒരു പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ അസ്യൂം ചെയ്ത് f has an inverse, then f is 1-to-1. തിരിച്ചെന്ത് അസ്യൂം ചെയ്യണം?
Conversely, suppose that f is a one-to-one function. f എന്ന് പറയുന്നത് ഒരു one-to-one function ആണ്. അങ്ങനെയാണെങ്കിൽ f ന് ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. As fx is a one-to-one function, we say that every x in the domain of f has a unique image y in the range of അവിടുത്തെ പോലെ x നെ one-to-one ആണ്, ഒന്നിനെ ഒന്നിലേക്ക് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ, രണ്ടെണ്ണത്തിനെ ഒന്നിലേക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ എക്സിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വൈയിലേക്ക് മാത്രമാണ്. വേറൊരു എലിമെന്റിനെ വൈയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. എക്സ് ഇസ് ടേക്കൺ ടു വൈ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഹാസ് എ യൂണിക് ഇമേജ് വൈ ഇൻ ദ റേഞ്ച് ഓഫ് എഫ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ജി എന്നുള്ള ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? സോ വി ക്യാൻ ഡിഫൈൻ ജി ഫ്രം റേഞ്ച് ഓഫ് എഫ് ടു ഡൊമൈൻ ഓഫ് എഫ് ആസ് ജി ഓഫ് വൈ ഈക്വൽ ടു എക്സ്. അപ്പോൾ y എന്ന് പറയുന്നതിനെ g of നമുക്ക് എങ്ങനെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാലോ? വി ഡിഫൈൻ g of y as x. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സിനെ മാത്രമേ വൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. വേറൊരു x1നെ വൈയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ g of y നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. x ആണോ x1 ആണോ സംശയമാവും. അപ്പോൾ ഇവിടെ എക്സിനെ മാത്രമേ വൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ we can define a rule such that g such that g of y equal to x. 1 ആയതുകൊണ്ടാണ് സംഭവിച്ചത്. അതായത് ഒരു എലിമെന്റിനെ ഒന്നിലേക്ക് മാത്രം, രണ്ട് എലിമെന്റിനെ ഒന്നിലേക്ക് കൊണ്ടുപോകുന്നില്ല. x1നെയും വൈയിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ജി ഓഫ് വൈ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? രണ്ട് ഇമേജുകൾ വന്നില്ലേ, രണ്ട് ഇമേജുകൾ അല്ലെങ്കിൽ പ്രീ ഇമേജുകൾ വന്നില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എക്സിനെ വൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈയിലേക്ക് മാത്രമേ എക്സിനെ മാത്രമേ വൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. 1-to-1 ആയതുകൊണ്ട് the only element that is taken to y is x. എക്സിനെ മാത്രമേ വൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ, വേറൊരു എലിമെന്റിനെ വൈയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1നെയും -1നെയും ഒരേ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, 2നെയും -2നെയും ഒരേ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ അതിന് ഇൻവേഴ്സ് ഉണ്ടാവുകയില്ല. ഇവിടെ അങ്ങനെയല്ല, എക്സിനെ വൈയിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എക്സ് മാത്രമേ വൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ വി ക്യാൻ ഡിഫൈൻ g as g of y equal to x. Then g of f of x equal to g of y equal to x. G of f of x equal to g of y equal to x for all x in the element in the domain of f. G of f of x എന്ന് പറഞ്ഞാൽ f of x y ആണ്. അപ്പോൾ g of y എന്ന് പറഞ്ഞാൽ എന്താണ്? x തന്നെയാണ്. അപ്പോൾ g of f of x equal to g of y equal to x and f of g of y എന്ന് പറഞ്ഞാൽ x ആണ്. f of g of y എന്ന് പറയുമ്പോൾ f of x ആണ്, f of x y ആണ്. അപ്പം x നെ g of f x ലേക്ക് തന്നെ കൊണ്ടുപോകുന്നു, y നെ f of g y ലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അതിന്റെ അർത്ഥം g is the inverse of f or f is invertible. f is an invertible function. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. ഈ പ്രൂഫ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നല്ല ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്തത് f has an inverse and we proved that f is 1-to-1. രണ്ടാമത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്തത് we assumed that f is 1-to-1. And we proved that f has an inverse g. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താ തിയറം പറയുന്നത്? a function has an inverse if and only if it is 1-to-1. ഒരു ഫംഗ്ഷൻ 1-to-1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് 1-to-1 ആയിരിക്കണം. അപ്പോൾ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ ടു ബി ഇൻവെർട്ടിബിൾ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പ്രൂഫ് ഒന്ന് അവിടെ ബോർഡിലുണ്ട്. പ്രൂഫ് നന്നായിട്ടൊന്ന് സൂം ചെയ്തിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഒരു റിയൽ ടൈം ക്ലാസ് പോലെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിമെന്റിനെ 1നെ -2ലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ -2നെ തിരിച്ച് 1ലേക്ക് എത്തിക്കുന്ന ആ റൂളിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. f 1നെ -2ലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഏത് റൂളാണോ -2നെ തിരിച്ച് 1ലേക്ക് കൊണ്ടുവരുന്നത് ആ റൂളാണ് എന്ത്? എഫിന്റെ ഇൻവേഴ്സ്. തിരിച്ചടിക്കുന്നു. ഇൻവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് തിരിച്ചടിക്കുകയാണ്. 1നെ -2ലേക്ക്, -2നെ തിരിച്ച് 1ലേക്ക്. അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ആ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഇതിലും നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ്. സിമ്പിൾ ഫംഗ്ഷൻസിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻവേഴ്സ് ഏതൊക്കെ തരം ഫംഗ്ഷനുകൾക്ക് ഇൻവേഴ്സ് ഉണ്ടാകും എന്നതാണ് പറഞ്ഞത്. ദിസ് ഇസ് ബ്രീഫ് ഓവർവ്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ ക്ലാസ്. തിയറം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഫർദർ ഹയർ സ്റ്റഡീസും വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്.
ഒരിക്കലും മറന്നു പോകരുത്, വിട്ടുപോകരുത്. ആ കണ്ടീഷൻ പ്രത്യേകം ഓർക്കുക. ഈ ഇൻവേഴ്സ് എന്താ എന്നുള്ളതും പ്രത്യേകം ഓർക്കുക. 1നെ -2ലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എനെ ബിയിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് ബിനെ എയിലേക്ക് എത്തിക്കുന്ന റൂളിനെയാണ് എഫിന്റെ ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ഫംഗ്ഷനുകൾക്കും ഇൻവേഴ്സ് ഉണ്ടാവില്ല. Those functions which are 1 to 1 will have inverse. അല്ലെങ്കിൽ if a function is invertible, that function will be automatically 1 to 1. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. I am stopping here. ബാക്കിയുള്ളതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.